ലയണൽ മെസ്സിയെക്കുറിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിക്കുകയാണ്. സെമി ഖെദിറ മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്നു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ റൊണാൾഡോയെയും മെസ്സിയെയും കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിക്കുകയാണ്. ആദ്യം ലയണൽ മെസ്സിയെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതൊന്ന് നോക്കാം. തീർച്ചയായും എൽ ക്ലാസിക്കോയിൽ ഞങ്ങളുടെ ഒയ്യ ബാധ ലയണൽ മെസ്സി ആയിരുന്നു. മൊറിഞ്ഞോക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു എന്നാണ് സെമി ഖെദിറ മാധ്യമങ്ങളോട് പറഞ്ഞത് ലയണൽ മെസ്സിയെ കുറിച്ചിട്ട്. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു എൽ ക്ലാസിക്കോയിലൊക്കെ ലയണൽ മെസ്സിയെ എങ്ങനെ തടയണം എന്നുള്ളത്. ഞങ്ങൾക്കും അതുപോലെ മോറിനോക്കും ഒക്കെ ഭയങ്കര ഒരു ആശങ്കയായിരുന്നു എങ്ങനെയാണ് ലയണൽ മെസ്സിയെ തടയുക എന്നുള്ളത് എന്നാണ് അദ്ദേഹം ലയണൽ മെസ്സിയെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയെയും കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞത്. പ്രധാനപ്പെട്ട എല്ലാ മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടും എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഗോൾ നേടണമെങ്കിൽ പന്ത് അവന് നൽകിയാൽ മാത്രം മതിയായിരുന്നു. വിജയിച്ച മത്സരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെല്ലാം റൊണാൾഡോ തന്നെയായിരുന്നു മുന്നിൽ എന്നാണ് സെമി ഖെദിറ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞത്. ഏതായാലും റൊണാൾഡോയെയും മെസ്സിയെയും കുറിച്ചൊക്കെ കൂടുതൽ അറിയുക, ആ എൽ ക്ലാസിക്കോ മത്സരങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു താരം എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അവരെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാനും ഉണ്ടാകുക റൊണാൾഡോൻ്റെ ഒക്കെ ടീമിൽ അല്ലെങ്കിൽ മെസ്സിൻ്റെ ഒക്കെ ടീമിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ടീമിൻ്റെ ഓപ്പോസിറ്റ് കളിച്ചിട്ടുള്ള നിരന്തരമായിട്ട് കളിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുക. ലയണൽ മെസ്സിയുടെ മുന്നേറ്റങ്ങൾ, റൊണാൾഡോയുടെ മുന്നേറ്റങ്ങൾ, അവരുടെയൊക്കെ തടയാനുള്ള മാർഗങ്ങൾ, മത്സരത്തിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അവരൊക്കെ തടയാനുള്ള മാർഗങ്ങളൊക്കെ പരിശീലകരും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങുമല്ലോ. അല്ലേ, മെസ്സിയെ എങ്ങനെ തടയാം, റൊണാൾഡോയെ എങ്ങനെ തടയാം, നെയ്മറിനെ എങ്ങനെ തടയാം എന്നുള്ള സംസാരങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാച്ചുകളിലൊക്കെ പ്രധാനപ്പെട്ട വേൾഡ് കപ്പ് വേദികളിലൊക്കെ വരുമ്പോഴൊക്കെ ഒരു താരത്തെ, ഒരു ടീമിലെ പ്രധാന ഐക്കൺ താരത്തെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ താരങ്ങളൊക്കെ ഓപ്പോസിറ്റ് ഇറങ്ങും. അപ്പോൾ ഏതായാലും റൊണാൾഡോയെയും മെസ്സിയെയും കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുകയാണ്. ലയണൽ മെസ്സിയെ എങ്ങനെ തടയുമെന്ന് ഉള്ള ആശങ്ക ഞങ്ങൾക്ക് എൽ ക്ലാസിക്കോ മത്സരങ്ങൾക്ക് മുന്നേ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, റൊണാൾഡോക്ക് പന്ത് എത്തിച്ച് കൊടുക്കേണ്ട ഒരു ജോലി മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ, ബാക്കി കാര്യം അദ്ദേഹം നോക്കിക്കോളുമെന്നാണ്.